ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളായിട്ട് ആർക്കും എളുപ്പം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡ്രോയിങ് ആയിട്ടാണ്. ഡ്രോയിങ് എന്നൊന്നും പറയാൻ കഴിയില്ല, എൻ്റെ ഭാഷയിൽ പറഞ്ഞ അച്ചടി. അത് തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പ്രകൃതിയിലോട്ട് ഇറങ്ങാം. വേറൊന്നിനുമല്ല, 2-3 ഇലകളും ഒരു കമ്പും കഷ്ണമൊക്കെ വേണമെന്നേ. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2 വലുതും 2 ചെറുതുമായിട്ടുള്ള ഇലകളാണ്. പ്ലാവിൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ട്. നിങ്ങൾക്ക് ഏത് ഇല വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും അല്ല, ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും മനസ്സിലാവാത്ത നമ്മുടെ കൊച്ചു കൂട്ടുകാരുണ്ടാകും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 2 കളേഴ്സാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്, ഓറഞ്ചും ഗ്രീനും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും ഇത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ പെയിൻറ്റും കളേഴ്സും ഒക്കെ ഭയങ്കര രസമായിട്ടല്ലേ അല്ലേ, അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡിൽ ഓറഞ്ചും മറ്റേ സൈഡിൽ ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ 4 ലീഫിലും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കഴിഞ്ഞില്ല പരിപാടി. ഇനി ഒരു പേപ്പർ എടുക്കണം. ആ പേപ്പറിൽ നമ്മൾ ഈ കളർ ചെയ്ത ഭാഗം ഒന്ന് പേപ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അച്ചടി, അതന്നെ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒന്ന് എന്ത് ചെയ്യുക, പ്രസ് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന ലീവ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ എത്രത്തോളം പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മുടെ ലീഫിലുള്ള കളർ ആ പേപ്പറിലേക്ക് ആവുന്നത്. ഇനി നമുക്ക് മെല്ലെ അതൊന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പം ഇനി എന്താ കാര്യം എന്ന് മനസ്സിലായില്ല എല്ലാവർക്കും? അതെ, ഒരു ബട്ടർഫ്ലൈ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എത്രത്തോളം ബട്ടർഫ്ലൈ ആയി എന്നുള്ളത് വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യം നമ്മൾ നേരത്തെ വെച്ച ഒരു കഷ്ണമില്ലേ, അതെ, അത് നമുക്ക് ഈ ബട്ടർഫ്ലൈൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, തീർന്നിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ബട്ടർഫ്ലൈൻ്റെ ആ ഫ്രണ്ടിൽ വരുന്ന ഭാഗം നമ്മളൊരു ക്രയോണോ സ്കെച്ചോ മാർക്കറോ എന്ത് വെച്ചിട്ടായാലും ഒന്ന് വരച്ചെടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മൾ നൊസ്റ്റാലജിക് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലാവില വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ മാങ്ങയുടെ ഇല വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേറൊന്നുമല്ല, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഇല എടുക്കാം. ഈ ഇലയുടെ ഒരു ഭാഗം നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് റിമൂവ് ചെയ്യണം. പക്ഷേ റിമൂവ് ചെയ്ത ആ ഒരു ഭാഗം കളയാൻ വരട്ടെ, അത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഐറ്റം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഭാഗത്തിലെ ഇപ്പോൾ ഒരു പകുതിയോളം നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് മാറ്റാം. പക്ഷേ ആ മാറ്റിയത് നമുക്ക് ആവശ്യമില്ല കേട്ടോ, അത് നമുക്ക് അങ്ങോട്ടങ്ങ് കളയാം. ഓക്കെ, ഇനി ഈ ലീഫ് ഒഴിഞ്ഞ ഭാഗമുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മടക്കുക. ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്യാം. ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല, അപ്പം വീഡിയോയിൽ പറയുന്ന പോലെ ഒന്ന് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഒരു ഭാഗമുണ്ടല്ലോ, മാക്സിമം ടൈറ്റിൽ ചുറ്റി കൊടുക്കാൻ നോക്കണേ. അതിനുശേഷം നമ്മൾ ഈ താഴെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, ഈ റൗണ്ടിലേക്കൂടി ഉള്ളിലേക്ക് കയറ്റി താഴോട്ടേക്ക് വലിച്ചു കൊണ്ടുവരാം. അതിനുശേഷം താഴെയുള്ള ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. എന്താ ഉദ്ദേശിച്ചത്, എന്താ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേ, ഒരു ഇല വെച്ചിട്ട് ബാഗ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. പണ്ട് കാലത്തെ ഒരു താരമായിരുന്നു കേട്ടോ ഇത്. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. പ്ലാവിൻ്റെ ഇല ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്കൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാന്നേ. എങ്ങനെയെന്നല്ലേ? വാ, വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണേ. അതിനായിട്ട് ഈ ഒരു ലീഫ് ഞാൻ 2ആയിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 അങ്ങ് വരച്ചു കൊടുക്കാം. ഇങ്ങനെ. പിന്നെയുള്ള നമ്മളെ പരിപാടി അതൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ കട്ട് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം അതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തു മുകളിലോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോയി. പിന്നെ ആ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു
ലീഫിൻ്റെ സെൻറ്ററിലുണ്ടാകുന്ന ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മളെ കമ്പ്, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അത് കളയാതെ, അത് കട്ട് ചെയ്ത് പോവാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് എടുക്കുക. നമ്മൾ ലീഫ് വെച്ചിട്ടുള്ള 3ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു കമ്പുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കെട്ടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ ആ കമ്പിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ അങ്ങ് എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വേണേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് കേട്ടോ, ഈ ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. സോ ഇങ്ങനെയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.